വിയറ്റ്നാമിലെ ഹാനോയ് കുതിച്ചുയരുന്ന ഡ്രാഗണിന്റെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. 1000 വർഷത്തെ ചരിത്രത്തിന്റെ അടരുകൾ ഓരോ തെരുവിന്റെ മുക്കിലും മൂലയിലും തുടിച്ചു നിൽക്കുന്ന നഗരം. 1010-ൽ ലൈലൈ രാജവംശം മുതൽ 1858-ൽ തുടങ്ങിയ ഫ്രഞ്ച് കോളനി വാഴ്ചയ്ക്കെതിരെ നടന്ന വിപ്ലവത്തിന്റെ ചുവന്ന ചരിത്രം പേറുന്ന നഗരം ഹാനോയ്. ചുവപ്പ് നദിക്കരയിൽ ആധുനികതയുടെ ചിട്ടവട്ടങ്ങളും പൗരാണികതയുടെ അവ്യവസ്ഥയും ചേർന്ന് കീഴ്മേൽ മറിഞ്ഞ ഒരു സിംഫണി പോലെയാണ് ഹാനോയ് നഗരം. 21-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലെ വായു ശ്വസിക്കുന്ന നഗരമാണ് ഹാനോയ് എന്ന് വേണമെങ്കിൽ പറയാം. നഗരത്തിന്റെ ആത്മീയ സരോവരമാണ് ഹോ വാൻ കിയം. തിരിച്ചു നൽകിയ വാളിന്റെ തടാകം, ലേക്ക് ഓഫ് ദ റിസ്റ്റോർഡ് സോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ചൈനീസ് അധിനിവേശത്തിനെതിരെ പോരാടിയ ലേലൈ എന്ന ചക്രവർത്തിക്ക് ഡ്രാഗൺ രാജാവ് ഒരു മാന്ത്രിക വാൾ നൽകിയെന്നും യുദ്ധത്തിൽ വിജയം വരിച്ച രാജാവ് അത് ഡ്രാഗണിന് തിരിച്ചു നൽകിയ തടാകമാണ് ഹോ വാൻ കിയം എന്നുമാണ് ഐതിഹ്യം. തടാകത്തിന്റെ നടുവിലുള്ള എൻഗോക്സൺ ക്ഷേത്രത്തിലേക്ക് ഹുക്ക് പാലം കടന്നാണ് പോകേണ്ടത്. സൂര്യപ്രഭ ആവാഹിക്കുന്ന പാലം എന്നർത്ഥമുള്ള ഈ ചുവന്ന മരപ്പാലം ഹാനോയിയുടെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിൽ ഒന്നാണ്. 1865-ൽ നിർമ്മിച്ച 15 ആർച്ചുകളുള്ള ഈ കുള്ളൻ പാലം തിരക്കേറിയ നഗരത്തെ എൻഗോക്സണിന്റെ പ്രശാന്തിയുമായി ബന്ധിപ്പിക്കുന്നു. ഹാനോയിയുടെ പുരാതന സിരകളാണ് ഓൾഡ് ക്വാർട്ടർ. പട്ടുമുതൽ പൊന്നുവരെ വിൽക്കുന്ന 36 പുരാതന തെരുവുകൾ. ഓരോ ഇടവഴിയും ഓരോ കരകൗശല സൃഷ്ടിക്കായി നീക്കിവെച്ചിരിക്കുന്നു. ഈ പുരാതന തെരുവുകൾക്കിടയിൽ പാരീസിലെ നോത്രദാം പള്ളിയെ ഓർമ്മിപ്പിക്കുന്ന സെന്റ് ജോസഫ് കത്തീഡ്രൽ, വിയറ്റ്നാമിന്റെ രാഷ്ട്രപിതാവായ ഹോച്ചിമിൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മൗസോളിയവും അതിനു ചുറ്റുമുള്ള വിശാലമായ ബാദിൻ സ്ക്വയറും നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. 1945-ൽ വിയറ്റ്നാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ഈ മണ്ണിൽ വെച്ചാണ്. കനത്ത നിശബ്ദത നിറഞ്ഞ ഇവിടം നീണ്ട സ്വാതന്ത്ര്യ പോരാട്ടങ്ങളോടുള്ള ആദരവിന്റെ പ്രതീകമാണ്. ഇതിനടുത്ത് തലയുയർത്തി നിൽക്കുന്നു താമരപ്പൂവിന്റെ രൂപത്തിൽ നിർമ്മിച്ച 1 പില്ലർ പഗോഡ. യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള താങ്ലോങ് ഇംപീരിയൽ സിറ്റാഡൽ 1300 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ സാക്ഷിയാണ്. ഇതിന്റെ പൗരാണിക കവാടങ്ങൾക്ക് താഴെയായി വിയറ്റ്നാം യുദ്ധകാലത്ത് തന്ത്രങ്ങൾ മെനഞ്ഞ D67 എന്ന രഹസ്യ ബങ്കറുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ചരിത്രഭൂമിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിനും തണലേകുന്നത്. ഹാനോയ് ഹിൽട്ടൺ എന്ന് കളിയാക്കി വിളിക്കപ്പെട്ടിരുന്ന ഹോലോ ജയിൽ വിയറ്റ്നാമിന്റെ വേദന നിറഞ്ഞ പോരാട്ട ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ തടവറ. ഫ്രഞ്ച് കോളനി ഭരണകാലത്തെ അതിക്രൂരമായ ശിക്ഷകളും ഇടുങ്ങിയ ഇരുട്ടറകളും ഇന്നും സന്ദർശകരുടെ ഉള്ളുലയ്ക്കും. സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ കണ്ണുനീരും അതിജീവനവും ഈ ചുവരുകളിൽ പതിഞ്ഞുകിടക്കുന്നു. വിജ്ഞാനത്തിന്റെ ആസ്ഥാനമായ വാൻ മിയു അഥവാ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ വിയറ്റ്നാമിലെ ആദ്യത്തെ സർവകലാശാലയാണ്. 1070-ൽ സ്ഥാപിതമായ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ അറിവിന്റെയും പാണ്ഡിത്യത്തിന്റെയും മഹാക്ഷേത്രം തന്നെയായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഹാനോയിയിലെ ട്രെയിൻ സ്ട്രീറ്റ് അതിവിസ്മയകരമായ തീവണ്ടിപ്പാതയാണ്. വീട്ടുവരാന്തകൾക്കും ജനാലകൾക്കും തൊട്ടരികിലൂടെ ട്രെയിൻ കടന്നുവരുന്നു. അത് പാഞ്ഞു പോകുന്നത് നമ്മുടെ പാദങ്ങളെ തഴുകിയാണ് എന്ന് തോന്നും. അത്ര ഇടുങ്ങിയ തെരുവാണ് ട്രെയിനിന്റെ സഞ്ചാരപഥം. 4 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച സെറാമിക് മൊസൈക്ക് മതിൽ ഹാനോയിയുടെ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം വർണ്ണാഭമായ ചിത്രങ്ങളിലൂടെ ചുരുൾ നിർത്തുന്നു. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെറാമിക് കലാരൂപമാണ്. 1000-ലധികം വർഷം പഴക്കമുള്ള വാട്ടർ പപ്പറ്റ് എന്ന വിസ്മയ കലാരൂപം പിറവിയെടുത്തത് വിയറ്റ്നാമിലെ വെള്ളപ്പൊക്ക പാടങ്ങളെ അരങ്ങാക്കിയാണ്. പാവകളി വിദഗ്ധർ അരയോളം വെള്ളത്തിൽ നിന്ന് പാവകളെ വിരലിന്റെ വരുതിയിൽ നിർത്തി നൃത്തമാടിപ്പിക്കുന്ന ഈ നാടകം വിയറ്റ്നാമിന്റെ തനത് കലയാണ്. ഐതിഹ്യങ്ങളും ചരിത്രവും ഇഴചേർന്ന ഹാനോയ് വിയറ്റ്നാം സഞ്ചാരത്തിലെ മോഹിപ്പിക്കുന്ന ഒരു അത്ഭുത നഗരമാണ്. ചരിത്രവും പുരാവൃത്തവും വിപ്ലവത്തിന്റെ ഇടിമുഴക്കവും കുതിച്ചുയരുന്ന ഡ്രാഗണും എല്ലാം ചേർന്ന നഗരം ഹാനോയ്.